എത്ര സുന്ദരം ഗണിതം, എത്ര സുന്ദരം. ഒന്നിനോടൊന്നു ചേർന്നാൽ രണ്ടായി മാറുമേ ഗണിതം. എത്ര സുന്ദരം ഗണിതം, എത്ര സുന്ദരം. ഗണിതമെന്നു കേൾക്കുമ്പോൾ മധുരമെന്നു തോന്നണം. മധുരമായി മാറുവാൻ കൂട്ടുകാരനാക്കണം. കൂട്ടലും കുറയ്ക്കലും ആദ്യമായി പഠിക്കണം. ഗുണനവും ഹരണവും തെറ്റിടാതെ ചെയ്യണം. തരണം നല്ല കഴിവുകൾ ഞങ്ങൾക്കായി ഈശ്വര. തരണം നല്ല കഴിവുകൾ ഞങ്ങൾക്കായി ഈശ്വര. ഒന്നിനോടൊന്നു ചേർന്നാൽ രണ്ടായി മാറുമേ ഗണിതം. എത്ര സുന്ദരം ഗണിതം, എത്ര സുന്ദരം. ഗണിതം എത്ര സുന്ദരം, ഗണിതം എത്ര സുന്ദരം. Good morning to all. Like last year, this year also we are in the same pandemic situation. First of all, let me seek God Almighty's blessings to tide upon these situations. Max Club is an open platform for us to show our creations and creativity, and for us to clear our mind from tensions and frustrations. So let us participate actively in these Max Club competitions. Now let me do my responsibility vested towards me. I hereby invite our principal, Sister Floweret, to this event. Your endless care, guidance and support prove that you are a great leader. With a thankful heart, we welcome you, dear sister. Now, on behalf of the school, I invite our chief guest, Ms. Mejo Paul, who is the headmistress of Iranakulam Government Higher Secondary School. We are very grateful to you for accepting our invitation and becoming the chief guest of the day. Lastly, I invite all our beloved teachers and club members to make this day a very beautiful day. Thank you. പ്രിയ കുട്ടികളെ, രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഹോളി ചൈൽഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2021-22 അധ്യയന വർഷത്തെ ഗണിതശാസ്ത്ര ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയോടും ഗണിതശാസ്ത്ര അധ്യാപകരോടും എനിക്കുള്ള നന്ദി ആദ്യമേ അറിയിക്കട്ടെ. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ വിദ്യാലയത്തിലെ അധ്യാപികയായിരുന്നു. നമ്മുടെ വിദ്യാലയത്തിൽ നിരവധി ക്ലബ്ബുകളുണ്ട്. അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ക്ലബ്ബാണ് ഗണിതശാസ്ത്ര ക്ലബ്ബ്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഗണിതത്തെ ആഴത്തിലറിയാൻ ഗണിതശാസ്ത്ര ക്ലബ്ബ് പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമാകട്ടെ. ഒരു മാത്തമാറ്റിക്കൽ റീഡിങ്ങിന് വളരെ അനുകൂലമായ സാഹചര്യമാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമ്മുടെ പഴയകാല ഗണിതശാസ്ത്രജ്ഞന്മാർ ഗണിതത്തിന് ഏറെ സംഭാവനകൾ നൽകിയിരുന്നു. ഗണിത മികവോടെ നിർമ്മിച്ച തൃശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രം പെരുന്തച്ഛന്റെ നേതൃത്വത്തിലായിരുന്നുവല്ലോ നിർമ്മാണം പൂർത്തീകരിച്ചത്. അവിടെ കൂത്തമ്പലത്തിൽ ഒരു തൂക്കുവിളക്കുണ്ട്. അതിൽ 5 തിരിയിട്ട് കത്തിച്ച് കുത്തമ്പലത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചാൽ നിരവധി തൂണുകൾ ഉണ്ടായിട്ടും നിഴലുകൾ പതിയുന്നില്ല. ഈ നിർമ്മാണ വൈദഗ്ധ്യം നമുക്കിപ്പോൾ കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ അത് ഗണിതത്തിലെ പിഴവാണ്. ദൈനംദിന ജീവിതത്തിൽ ഗണിതത്തിലെ യുക്തിയും പ്രശ്നപരിഹാര രീതിയും ഉപയോഗിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയട്ടെ. ശ്രീനിവാസ രാമാനുജന്റെ നോട്ട്ബുക്കുകൾ പ്രസിദ്ധീകരിച്ച ബ്രൂസ് സി ബർട്ട് രാമാനുജന്റെ ഗണിതത്തോടുള്ള ആത്മാർപ്പണത്തെ സൂചിപ്പിക്കാൻ ഷെല്ലിയുടെ ഹിം ടു ഇന്റലക്ച്വൽ ബ്യൂട്ടി എന്നതിൽ നിന്ന് 2 വരികൾ ഉദ്ധരിക്കുന്നുണ്ട്.
I would that I would dedicate my powers to thee and thine, have I not kept the vow. ഗണിതശാസ്ത്ര ക്ലബിലെ അംഗങ്ങളായ കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ ഗണിതത്തിന്റെ മികവിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുന്നു. അതിനായി എല്ലാ ആശംസകളും നേരുന്നു. ഗണിതശാസ്ത്ര ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഏവർക്കും നന്ദി. Dear students, we have started a journey through world of numbers to explore. Mathematics is everything. It is a queen of science. So we started a mathematics club. It helps in the proper utilization of your leisure time. It helps in arousing and maintaining students' interest in mathematics. It provides opportunities to develop their creative, explorative and innovative ideas. It is a platform for exchanging your mathematical ideas. It helps in developing problem-solving skill, mental skills and logical thinking skills. It promotes self-study. So dear students, congratulations to all the participants and all the members of the Mathematics Club. Good morning to all. I'm Gobika Babu of Standard 10, standing here to say a few words about the influence of mathematics in the life of a student. Mathematics is considered as the queen of all success, but still it is a Herculean task for many students to study this subject. It is an unavoidable subject in the life of a student. We can see its waves throughout our life. Mathematical Club is a platform where we can show our mathematical skills and help us to learn mathematics easily through fun. It helps in developing a heuristic and problem-solving attitude among us, which help us in developing a habit of self-study and thus become self-confident. The objectives of maths can be summarized as: Mathematical Club helps in proper utilization of leisure time. It provides the students with opportunities to develop their explorative, creative and inventive faculties. It helps in arousing and maintaining students' interest in mathematics. It inculcates the habit of self-study and independent work among the students. It offers an ideal avenue for a free exchange of mathematical ideas and for frank and helpful criticism of these ideas. It provides opportunities for the students to translate the theory into practice and to apply their learning in daily life situations. It helps the students to imbibe social qualities like cooperation, tolerance, adjustment as they work in groups. The only way to learn mathematics is to do mathematics. It's a famous quote by Paul Harmus. So, we can do and participate actively in club programs. The more we participate, the more we become confident. So, I'm inviting you all to the fun and challenging world of maths. I conclude. Thank you. Hello everyone, respected principal, beloved teachers, parents and all my dear friends. I am Jia Shaitan of class 9B and I am here to exhibit my maths project, the Yang Hui Magic Circle. The magic circle was invented by the Song dynasty's famous Chinese mathematician Yang Hui. It is the arrangement of natural numbers on a circle where the sum of numbers on each circle and the sum of numbers on its diameter are identical. One of Yang Hui's magic circle contained 33 natural numbers from 1 to 33. This is my model of magic circle. I have given some answer that is 12. Every number
of each diameter when rotated and is kept at a position, we get the answer 12. This is the magic of the circle which was found years ago. Now I'm going to rotate the circle to find out the answer of the puzzle. Here I'm rotating and there. I get the answer, that is 6 plus 6 plus 0, which is 12. And 8 plus 2 plus 2, which is also 12. And 0 plus 5 plus 7, which also is 12. Like this we get every answer as 12 itself. Good morning to all. I am Filda Francis from Standard 10B. When we share something or divide something, there is a lot of mathematics behind it. And we can study that easily using a circle. A circle means a heart. This is a circle and it is the 3/4 of the circle, that means 3/4. And it is a semicircle, that means half of the circle, that is 1/2. And it is a sector, that means quarter of the circle, it is 1/4. Thank you. Hi everybody, I am Iva Mariadita. Do you know which is the queen of all the sciences? Yes, that is mathematics. Let us sing a song about maths. Math is magic, math is magic. Learning math is fun, learning math is fun. Math is queen of sciences, math is queen of sciences. Math is always true, math is always true. Addition and subtraction, multiplication and division. Interesting topics. Math is very interesting. Math is very exciting. I love maths. Math is very interesting. Math is very exciting. I love maths. Let us learn in joy. I love maths. Let us learn with joy. I love maths. Let us learn with joy. Thank you. Hi, I am Dia Pierce from class 6A. Here is a working model to understand different types of angles. When we move this, we can see different types of angles. When we rotate to here, we can get acute angle, and when it reaches here, we can get right angle. When it goes on, we can get obtuse angle, and when it reaches half of the circle, that is straight angle. As it moves down, we can get reflex angle, and then it reaches here, we can get full rotation, that is 360 degree. Thank you. Hi everyone, I am Lakshmi from 6A. So today I am going to solve a Rubik's Cube.